ബംഗാളിലെ വമ്പൻ വിജയത്തിന് ശേഷം ബി.ജെ.പി. പണി തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. നമുക്കറിയാം, ബംഗാൾ കണ്ടത് അങ്ങേയറ്റമുള്ള ഹിന്ദു വിരുദ്ധതയാണ്. ഹിന്ദുക്കളെ ബലാത്സംഗം ചെയ്യുക, ഹിന്ദുക്കളെ പലായനം ചെയ്യിപ്പിക്കുക, ഹിന്ദുക്കളെ ആക്രമിക്കുക, ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ വലിയ ആക്രമണം അഴിച്ചുവിടുക, ഹിന്ദുക്കൾക്കിടയിൽ കലാപമുണ്ടാക്കാനായി മറ്റു മതസ്ഥരെ ഏർപ്പെടുത്തുക. പോരാത്തതിന് മമതാ ബാനർജി തന്നെ അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനുള്ളത് കൊണ്ടാണ് മറ്റൊരു വിഭാഗം നിങ്ങളെ നശിപ്പിക്കാതെ ഇരിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് മറ്റൊരു വിഭാഗത്തിന് നിങ്ങളെ നശിപ്പിക്കാൻ കഴിയും എന്നൊക്കെയുള്ള മമതാ ബാനർജിയുടെ പ്രസ്താവനകൾ ആഴത്തിലാണ് അവിടെ ഉള്ള ഹിന്ദുക്കളുടെ മനസ്സിൽ പതിഞ്ഞത്. ഹിന്ദു ക്ഷേത്രങ്ങൾ അടച്ചുപൂട്ടുന്നത് മമതാ ബാനർജിയുടെ ഒരു വിനോദമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദുർഗാപൂജയ്ക്ക് അവിടെ വലിയ രീതിയിലുള്ള കലാപങ്ങൾ ഉണ്ടായിരുന്നു. രാമനവമി അവിടെ ആഘോഷിക്കാൻ കഴിയില്ലായിരുന്നു. ഹിന്ദു ക്ഷേത്രങ്ങൾ അടച്ചുപൂട്ടിയ മമതാ ബാനർജി അവസാനമായി അടച്ചുപൂട്ടിയ ഒരു ക്ഷേത്രമുണ്ട്, അസാൻസോളിലെ ദുർഗാദേവിയുടെ ക്ഷേത്രം. ദുർഗാ മാത അല്ലെങ്കിൽ ഭദ്രകാളി മമതാ ബാനർജിയെ എങ്ങനെയാണ് ക്രൂശിച്ചത് എന്നറിയാമോ? മമതാ ബാനർജിയെ പൊട്ടിച്ച് വീട്ടിലിരുത്തി എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അസാൻസോളിൽ അടച്ചുപൂട്ടിയ ആ ക്ഷേത്രം എന്തുകൊണ്ട് അടച്ചുപൂട്ടി എന്ന് നിങ്ങൾ അറിയണം. അസാൻസോളിലെ ആ ക്ഷേത്രം അടച്ചുപൂട്ടിയത് ഈ ക്ഷേത്രത്തിന് ചുറ്റും കലാപം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാണ്. കലാപം നടന്നു കഴിഞ്ഞാൽ അതിനെ അടിച്ചമർത്തുക എന്നുള്ളതാണ് ഒരു സർക്കാരിന്റെ ദൗത്യം, അല്ലെങ്കിൽ ലക്ഷ്യം, അല്ലെങ്കിൽ ഒരു സർക്കാരിന്റെ വലിയ രീതിയിലുള്ള ഭരണഘടനാപരമായിട്ടുള്ള ചുമതല എന്ന് പറയുന്നത്. പക്ഷേ മമത ആ ക്ഷേത്രം അടച്ചുപൂട്ടി. ഇപ്പോഴിതാ വെസ്റ്റ് ബംഗാളിൽ ഇലക്ഷൻ റിസൾട്ടുകൾ വന്നു കഴിഞ്ഞ ശേഷം ആ ക്ഷേത്രത്തിന് ചുറ്റും ഹിന്ദുക്കൾ തടിച്ചുകൂടിയിരിക്കുകയാണ്. ആ ക്ഷേത്രം തുറന്ന് ആരാധന നടത്തുകയാണ്. ദുർഗാദേവിക്ക് വേണ്ടി വീരാരാധന അവിടെ നടത്തുകയാണ്. ഹൈന്ദവ സംഘടനകൾ 10,000-കണക്കിന് പേർ ആ ക്ഷേത്രത്തിന് ചുറ്റും കൂടി നിന്നുകൊണ്ട് ദുർഗാദേവിക്ക് വലിയ രീതിയിൽ ജയ് വിളിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇനി ഒരു ക്ഷേത്രം പോലും വെസ്റ്റ് ബംഗാളിൽ ഇതുപോലെ പൂട്ടപ്പെടില്ല, പൂട്ടിയിട്ട ക്ഷേത്രങ്ങളെല്ലാം തുറക്കാൻ പോവുകയാണ് എന്നാണ് കൃത്യമായി ബി.ജെ.പി. അവിടെ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.